Yes, Nisha, good morning. Sudhi, good morning. Reshma, good morning. Sonia, Aishwarya, Reja, Amrita, Jinsi, Rahman, good morning. Dhyan Krishna, good morning. Renu, Nikhil, good morning. Vinida, good morning. Gigi, good morning. Yes. Then Mohsina, good morning. Hema, good morning. Tonia, good morning. Yes. Suhail, good morning. Okay. Let us start. പരീക്ഷയൊക്കെ കഴിഞ്ഞു ഫ്രീ ആയില്ലേ? ഓക്കെ റിനു, വെരി ഈസി എക്സാമിനേഷൻ അല്ലേ? യെസ്, വെരി ഗുഡ് ജിൻസി, വെരി ഗുഡ്. യെസ്, ഓക്കെ അപർണ. യെസ്, ഇതല്ല അല്ലേ, ഇതിന്റെ അപ്പുറം ചാടിക്കിടന്നതാണ് ഞങ്ങളൊക്കെ. അപ്പൊ അതുകൊണ്ട് ഈ പരീക്ഷയൊന്നും അത്ര വലിയ ബുദ്ധിമുട്ടില്ല. ഓക്കെ, വെരി ഗുഡ്. യെസ്, അപ്പൊ നമുക്ക് നമ്മുടെ വിഷയത്തിലോട്ട് വരാം. അപ്പൊ നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്ന ടെൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിമ്പിൾ പ്രസന്റ് എന്ന് പറയുന്ന ഒരു ടെൻസിനെ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്തു. അപ്പൊ നമ്മൾ പറഞ്ഞു സബ്ജക്റ്റും ഈസ് അല്ലെങ്കിൽ ആം അല്ലെങ്കിൽ ആറും പിന്നെ വെർബും കൂടെ ഐഎൻജിയും കൂടി ചേർത്ത് കഴിയുമ്പോഴാണ് പ്രസന്റ് കണ്ടിന്യൂസ് ആകുന്നതെന്ന് നമ്മൾ പറഞ്ഞു. പിന്നെ അതിന്റെ നെഗറ്റീവ് വാചകങ്ങൾ പറഞ്ഞു. അപ്പോൾ ഒരു നോട്ട് ചേർത്താൽ മതി എന്ന് പറഞ്ഞു. ഇതിന്റെ ക്വസ്റ്റ്യൻ ഓക്കെ, അത് നമുക്ക് ഡിസ്കസ് ചെയ്യാം. അതിലേക്ക് പോകുന്നതിന് മുമ്പ് വേറൊരു കാര്യം ചോദിക്കാം. യെസ് അപർണ. ഹലോ സാർ. യെസ്, ഹലോ. വെരി ഗുഡ്. എങ്ങനെയുണ്ട് ജീവിതമൊക്കെ? അങ്ങനെ പോകുന്നുണ്ടല്ലോ, അത് മതി. യെസ്, വെരി ഗുഡ്. അപ്പൊ ഞാനൊരു ചോദ്യം ചോദിക്കാൻ വേണ്ടിയിട്ടാണ് വിളിച്ചത്. ഞാൻ ചോദിച്ചോളാം, റെഡി ആയാൽ മതി. ഒന്നും ചെയ്തു. യെസ്, ചോദ്യം ഇതാണ്. നിങ്ങളുടെയൊക്കെ ജീവിതത്തിൽ നിങ്ങളുടെ ഒരു റോൾ മോഡൽ എന്ന് വിശേഷിപ്പിക്കാവുന്ന ഒരാളുണ്ട്, ഒരു റോൾ മോഡൽ. യെസ്, അത് ചിലപ്പോ APJ അബ്ദുൽ കലാമോ മഹാത്മാഗാന്ധിയോ മദർ തെരേസയോ ഇന്ദിരാഗാന്ധിയോ നരേന്ദ്രമോദിയോ ഒന്നും ആവണമെന്നില്ല. നിങ്ങൾക്ക് ചുറ്റുമുള്ള ആളുകൾ എന്ന് നോക്കാം. ചിലപ്പോൾ നിങ്ങളുടെ സുഹൃത്തുക്കൾ, നിങ്ങളുടെ അയൽവാസികളായിരിക്കും, ചിലപ്പോൾ നിങ്ങളുടെ കുടുംബത്തിൽ തന്നെയുള്ള ആളുകളായിരിക്കും. അങ്ങനെയുള്ള ആളുകളെയൊക്കെ നോക്കിക്കഴിയുമ്പോൾ ഓക്കെ മുഖസീന ഞാൻ വരുന്നില്ല. ഓക്കെ, നിങ്ങൾക്കൊരു റോൾ മോഡൽ. യെസ്, ഒരു റോൾ മോഡൽ. ചിലപ്പോ നിങ്ങൾ സംസാരിക്കാത്ത ഒരാളായിരിക്കും. ചിലപ്പോ ഞാൻ ഒരു എക്സാമ്പിൾ പറയും. നിങ്ങളുടെ വീടിന്റെ അടുത്ത് ഒരു സ്ത്രീ ഉണ്ട്, അവരുടെ ഭർത്താവ് മരിച്ചുപോയതാണ്, 2 കുട്ടികളാണ്. അപ്പൊ ആ സ്ത്രീ മറ്റു വീടുകളിലൊക്കെ പണിയെടുത്ത് ആ മക്കളെ വളർത്തി പഠിപ്പിച്ചു, അവര് നല്ല നിലയിലായി. ഇന്ന് ആ സ്ത്രീ നല്ല സന്തോഷമായിട്ട് ജീവിക്കുന്നു. ഒരുപക്ഷെ നിങ്ങൾ ആ സ്ത്രീയായിട്ട് യോജിപ്പല്ലാന്ന് ചോദിക്കും, എങ്കിലും നിങ്ങൾ ഉള്ളിൻ്റെ ഉള്ളിൽ റെസ്പെക്ട് ചെയ്യും. യെസ്, കാരണം എന്താണ്, അത് അത്രയും ഒരു റോൾ മോഡലായിട്ട് നമ്മൾ കണക്കാക്കും. യെസ്, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ റോൾ മോഡലായിട്ട് കണക്കാക്കും. ഒരുപക്ഷെ അവരോട് നമ്മൾ സംസാരിക്കണമെന്നില്ല, ചിലപ്പോൾ നമ്മൾ അവരായിട്ട് വഴക്കായിരിക്കും. നമ്മൾ ചിലപ്പോ പ്രതിപക്ഷ ബഹുമാനത്തോടു കൂടി ഇടപെടാറില്ലേ എന്ന് പറയുന്നത് പോലെ ജീവിതത്തിൽ നിങ്ങൾ കണ്ടിട്ടുള്ള, നിങ്ങൾക്ക് നേരിട്ടറിയാവുന്ന ഒരു റോൾ മോഡൽ നിങ്ങളുടെ ജീവിതത്തിൽ, അത് പക്ഷെ നിങ്ങളുടെ ഫ്രണ്ട് സർക്കിളിന്റെ ഉള്ളിലാവാം, നിങ്ങളുടെ ബന്ധുമിത്രാദികളുടെ ഉള്ളിലാവാം, നിങ്ങളുടെ അയൽവാസികളുടെ ഉള്ളിലാവാം. റോൾ മോഡൽ ജീവിതത്തിന്റെ പ്രതികൂല സാഹചര്യങ്ങളോട് പടപൊരുതി എന്ന് വിചാരിച്ചിട്ട് ആ വിജയിച്ച വ്യക്തിക്ക് ഒരു കുഴപ്പവും സംഭവിച്ചിട്ടില്ല. പരാജയങ്ങളൊക്കെ സംഭവിച്ചിട്ടുണ്ടാവും. പക്ഷെ നമ്മൾ പറയും
അത് അവിടെ നമ്മൾ സമ്മതിക്കണം, അവർ നമ്മൾ അംഗീകരിക്കണം. കാരണം അവർ അത്രയും കഷ്ടപ്പെട്ട് കയറി വന്നു. ഞങ്ങളുടെ നാട്ടിൽ അങ്ങനെ കുറച്ച് ആൾക്കാരുണ്ട്. യെസ്. അപ്പൊ അവരുടെ ഉയർച്ചയും താഴ്ചയും നമ്മൾ കണ്ടത്, താഴ്ച നമ്മൾ കണ്ടതാണ്. ഇപ്പൊ അവർക്കാണ് അവരുടെ ഉയർച്ചയാണ്. അപ്പൊ അയാളെ കുറിച്ച് പറയുമ്പോൾ എനിക്ക് വളരെ സന്തോഷമാണ്. കാരണം വെച്ചാല് പ്രതികൂല സാഹചര്യങ്ങളിൽ ബുദ്ധിമുട്ടി കഷ്ടപ്പെട്ട് കയറി വന്ന ആളാണ്. അതുപോലെ ചിലപ്പോൾ നിങ്ങൾക്ക് പരിചയമുള്ള ചില ആളുകളുണ്ടാവും, അവരും പ്രതിസന്ധികളോട് പടപൊരുതി കയറി വന്ന കുറച്ച് ആളുകളുണ്ടാവും. ഞാൻ ചോദിക്കുന്നതാണ്, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളൊരു റോൾ മോഡലായിട്ട് നിങ്ങൾക്ക് മനസ്സിലായിട്ടുള്ള ഒരു വ്യക്തി, അപ്പൊ നിങ്ങൾ അയാളുടെ പേരെഴുതി. ഞാനിപ്പോ എക്സാമ്പിൾ പറയുന്നത് ലീല ചേച്ചി, ഞാൻ എക്സാമ്പിൾ പറയണ്ട. ഷീസ് ദ റോൾ മോഡൽ ദാറ്റ് ഐ ഹാവ് സീൻ ഇൻ മൈ ലൈഫ്. ബിക്കോസ് എന്ന് പറഞ്ഞിട്ട് എന്താണ് കാരണം എന്ന് പറയുന്നത്, എന്തുകൊണ്ടാണ് റോൾ മോഡൽ എന്ന് പറയാൻ കാരണം? യെസ്, ചിലപ്പോ പറയാം മൈ മദർ ഈസ് മൈ റോൾ മോഡൽ. എൻ്റെ അമ്മയാണ് എൻ്റെ റോൾ മോഡൽ. കാരണം എൻ്റെ അമ്മ സഹിച്ചിട്ടുള്ള കഷ്ടപ്പാടുകളും ബുദ്ധിമുട്ടുകളും ദുഃഖങ്ങളും വേദനകളൊക്കെ എനിക്കറിയാം. അപ്പൊ എൻ്റെ മുന്നിൽ നിൽക്കുന്ന റോൾ മോഡൽ ദാറ്റ് ഈസ് മൈ മദർ. ചിലപ്പോൾ അങ്ങനെ വന്നോന്ന് നിർബന്ധമൊന്നുമില്ല, ഞാൻ പറയുന്നതാണ്. അങ്ങനെ നിങ്ങളെ സ്വാധീനിച്ച, നിങ്ങളെ സ്പർശിച്ച ആ ഒരു റോൾ മോഡൽ ആരാണെന്നാണ് നമ്മൾ ഇന്ന് ആദ്യം ഡിസ്കസ് ചെയ്യുന്നത്. അപർണ, ആർ യു റെഡി? Yes, sir. യെസ്, അപർണ റെഡിയാണ്. അപ്പോ അപർണയുടെ ജീവിതത്തില് അപർണ കണ്ട ഒരു റോൾ മോഡൽ. My mother is my role model in my life. My mother is important in my life. She is one who loves me unconditionally and take care of me every day. One who loves me unconditionally. അത് കറക്റ്റ് നല്ലൊരു ഫ്രേസ് ആണ്. അൺകണ്ടീഷണൽ വ്യവസ്ഥ വെച്ചിട്ട് നമ്മൾ പലരെയും സ്നേഹിക്കാറില്ലേ? യെസ്, അങ്ങനെയാണെങ്കിൽ ഞാനിങ്ങനെ, അത് അൺകണ്ടീഷണൽ. വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. കണ്ടിന്യൂ. And manages all the household works in my mother handle it. Yes. She's always teach me good manners and discipline, the value of hard work. Yes. And whenever I face any problems, she will support and guide me. Yes. Most important ആയിട്ടുള്ള കാരണം, my mother is sacrifices comfort and for happiness. വളരെ സാക്രിഫൈസസ് സിറ്റുവേഷൻസിൽ വളരെ അധികമായിട്ട് ആ സിറ്റുവേഷൻസിനെ വളരെ സ്മൂത്ത് ആയിട്ട് കൊണ്ടുപോയിട്ടുണ്ട്. അത് ഭയങ്കരമായിട്ടും അറ്റാച്ച് ചെയ്തിരിക്കുന്നു എന്നെ. പ്രതിസന്ധി ഘട്ടത്തില് വളരെ എന്താ പറയാ, നയപരമായിട്ട് ഡീൽ ചെയ്ത് വിട്ടിട്ടുണ്ട് അല്ലേ? യെസ്. അതുപോലെ എനിക്ക് എൻ്റെ ജീവിതത്തിലുണ്ടായ പ്രോബ്ലംസിലും മൈ മദർ ഈസ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വന്നിരിക്കുന്നത്, എന്നെ താങ്ങി നിർത്തിയിരിക്കുന്നത്. Yes, my mother was my supporter. Okay. Yes, that's this causes I respect her a lot. Yes. I wanted to make her proud in my life. And ഇത് പറയുമ്പോ എനിക്ക് ഭയങ്കര കാരണം എന്നെ അത്രയും ഇൻവോൾവ് ചെയ്തിരിക്കുന്ന ഒരാളാണ് എൻ്റെ അമ്മ. അപർണ, ആർ യു ലൈക്ക് യുവർ മദർ? അപർണയും അപർണയുടെ അമ്മയെ പോലെയാണോ? ഞാൻ ഇനിയും മുന്നോട്ട് കുറെ വരാനുണ്ട് സർ. കാരണം എൻ്റെ മദർ അത്രയും സാക്രിഫൈസ്ഡ് ചെയ്തിരിക്കുന്ന പേഴ്സൺ ആണ്. അത് കണ്ടു പഠിച്ച് ഇനിയും കയറാനുണ്ട്. വളരെയധികം എന്നെ സപ്പോർട്ട് ചെയ്തിരിക്കുന്ന, എൻ്റെ ലൈഫ് ഇപ്പൊ വരെ കൊണ്ടുപോയിരിക്കുന്നതിൽ വളരെ ഇമ്പോർട്ടന്റ് പേഴ്സൺ എന്ന് പറയുന്നത് എൻ്റെ മദറാണ്. ഐ എം ഇമോഷണലി ടു ഭയങ്കരമായിട്ടും ഇമോഷണൽ ആവുന്നു. അപർണ ഒരു ഘട്ടം കൂടെ കഴിഞ്ഞാൽ ചിലപ്പോൾ പിടിപെട്ടു പോകും. അപ്പൊ അതുകൊണ്ട് ഞാൻ അപർണയോട് സ്റ്റോപ്പ് ചെയ്യാൻ പറയാണ്. യെസ്, ഓക്കെ.
അപ്പൊ എത്രമാത്രം അപർണയുടെ അമ്മ സ്വാധീനിച്ചിട്ടുണ്ടെന്നുള്ളത് അവരുടെ വാക്കുകളിൽ നിന്ന്, ആ സൗണ്ട് വേരിയേഷനിൽ നിന്ന് നമുക്ക് എല്ലാവർക്കും പിടിയിട്ട് ചെയ്തത്. നിങ്ങളുടെ ജീവിതത്തിലും ഉണ്ടാകും ഇതുപോലെ നിങ്ങളെ സ്വാധീനിച്ച ഒരാൾ, യെസ്, നിങ്ങളെ സ്പർശിച്ച ഒരാൾ, യെസ്, നിങ്ങൾ മാറി നിന്ന് അപ്രീഷിയേറ്റ് ചെയ്ത ഒരാൾ. യെസ്, ഞാനാണ് വരുന്നത്. ഞാൻ ആരുടെ പേര് വിളിക്കണമെന്നില്ല, നിങ്ങൾ ഞാൻ ധൈര്യമായിട്ട് പറഞ്ഞോളൂ. ടോണിയ, ആർ യു റെഡി? ടോണിയ വരുമെന്ന് വിചാരിക്കാം. യെസ്, ഞാൻ വിളിക്കേണ്ടത് നിങ്ങൾ വന്നോളൂ ഇല്ലേ? യെസ്, അനുശ്രീ, ആർ യു റെഡി? യെസ് സർ. യെസ്, അനുശ്രീയുടെ ഉദ്ദേശിച്ച അനുശ്രീയുടെ റോൾ മോഡൽ എന്ന് പറയാവുന്നതാണ്. അനുശ്രീ, ഗെറ്റ് റെഡി. നിഷ, ഗെറ്റ് റെഡി. ഓക്കെ. At present, I do not have a single role model in my life. Oh, yes. Many people have a role model they admire, such as a famous leader, athlete, or maybe a celebrity. Yes. However, I do not have one specific role model in my life. Oh, very good. I believe that no one is perfect. Everyone has both strength and weakness. Yes. Instead of following just one person, I try to learn good qualities from many people. Yes. എങ്കിലും ജീവിതത്തില് വിത്ത് റെസ്പെക്ട്, ബഹുമാനത്തോടു കൂടി നോക്കിക്കേണ്ട ആരെങ്കിലും ഉണ്ടാവില്ലേ? നേരത്തെ കറക്റ്റാണ്, ഉയർച്ചയും താഴ്ചയും ഡിഫക്റ്റും നെഗറ്റീവ് ആൻഡ് പോസിറ്റീവ് എല്ലാം. എന്നാലും നമുക്ക് ഉള്ളിൽ ചില ആളുകളെ കുറിച്ച് തോന്നുമ്പോൾ ഒരു റെസ്പെക്ട് തോന്നി, അങ്ങനെ ഒരു ക്യാരക്ടർ നമ്മുടെ സുഹൃത്തുക്കളുടെ ഇടയിലോ ബന്ധുക്കളുടെ ഇടയിലോ, അതായത് ചിലപ്പോൾ ഇൻസിഡന്റിന്റെ പുറത്തായിരിക്കും, അല്ലെങ്കിൽ ഒരു നിലപാടിന്റെ പുറത്തായിരിക്കും. അങ്ങനെ തോന്നിയിട്ടുള്ള ആരും മനുഷ്യരുടെ ജീവിതത്തിലില്ല. My family, parents. Yes. I learn kindness and love all from my family, and Yes. discipline from teachers. Yes. Honesty from people I respect, and hard work Yes. from those who never give up. I think it is more important to build our own character than to copy someone else's Yes. life. By learning from different people and Okay. our own experience, we can become better individuals every day. യെസ്, ഓക്കെ, വെരി ഗുഡ്, വെരി ഗുഡ് അനുശ്രീ, വെരി ഗുഡ്. അപ്പൊ അനുശ്രീ ഒരു ജനറൽ ആയിട്ടുള്ള കാര്യമാണ് പറഞ്ഞത്. അനുശ്രീയെ സംബന്ധിച്ച് അങ്ങനെ എടുത്തു പറയുന്ന റോൾ മോഡൽ അനുസരിച്ച് ലൈഫിലേക്ക് അങ്ങനെ വന്നിട്ടില്ല. യെസ്, നമ്മളായും ആ റോൾ മോഡലിനെ അനുകരിക്കുന്നുവെന്നല്ല, ചിലപ്പോൾ അവരുടെ സാഹചര്യം വേറെ ആയിരിക്കും. നമ്മൾ അത് അങ്ങനെ ചിന്തിക്കേണ്ട കാര്യമില്ല. യെസ്, നമുക്കൊരു ബഹുമാനം, റെസ്പെക്ട് തോന്നിയ. സ്നേഹ ഡാർവിൻ, ഗെറ്റ് റെഡി. നിഷ, പറയൂ. Okay, sir. നിഷ ജയൻ. യെസ്, നിഷ വരുമെന്ന് വിചാരിക്കാം. യെസ്. Yes, sir. ഓക്കെ ഓക്കെ, ടോണി ഞാൻ പറയാട്ടോ. ഓക്കെ ഓക്കെ, നേരത്തെ വിളിച്ചിരുന്നു. പറഞ്ഞോളൂ നിഷ. My father is my role model. Yes. Because he is hardworking, honest, curly. Sorry, sir. And Okay. and responsible. Yes. He is honest. He always keeps his promises and tells the truth. Yes. He is caring. He looks after everyone at home with love. Yes. My father is no longer alive, Yes. but not a single day has passed without me thinking of him. Yes. He was a very strict person, yet he was my best friend. That's Okay. all.
ഓക്കെ നിഷ, വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ്. എനിക്ക് മനസ്സിലാവും. ഓക്കെ ഓക്കെ, എത്രമാത്രം റോൾ മോഡലായിരുന്നു നിഷയുടെ അച്ഛനെന്ന് അല്ലേ? അച്ഛന്റെ കാർക്കശ്യം അത് മനസ്സിലാകണമെങ്കിൽ, കാർക്കശ്യത്തിന്റെ ഉള്ളിലെ മാധുര്യം മനസ്സിലാകണമെങ്കിൽ അത് അച്ഛന്റെ കാലഘട്ടം കഴിയണം. 10 മാസത്തിന്റെ കണക്ക് പറയാൻ അമ്മയ്ക്ക് പറ്റും. എന്താണ് പേറ്റ് നോവിന്റെ കണക്ക് പറയാൻ അമ്മയ്ക്ക് പറ്റും. പോറ്റിയ നോവിന്റെ കണക്ക് പറയാൻ അച്ഛനുണ്ടാവില്ല എന്ന് പറഞ്ഞ പോലെയാണ്. യെസ്, അത് നമുക്ക് പിന്നീട് മനസ്സിലാവുള്ളൂ. യെസ്, വെരി ഗുഡ് വെരി ഗുഡ്. നിഷ, എനിക്ക് മനസ്സിലാവും. ഓക്കെ 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 ഓക്കെ, ഡോണ്ട് വറി. യെസ്, ടോണിയ ഗെറ്റ് റെഡി. പറഞ്ഞോളൂ സ്നേഹ. Who is your role model? Hello, sir. Yes, continue. Sir, my role model, my mother. Yes. She is every situation easily handling. Yes. I am this situation not handling very critical. ഞാൻ ആ സിറ്റുവേഷൻ കണ്ടപ്പോൾ ഭയങ്കര പാടാണ് എനിക്ക് അതൊക്കെ ഹാൻഡിൽ ചെയ്യാൻ. 2 children maintaining. My mother always smile, എപ്പോഴും ഭയങ്കര സ്മൈൽ, പോസിറ്റീവ് വൈബ്. Yes. Every situation smiling, handling. Okay. Okay, sir. Okay. Prepare ആവാൻ ടൈം കിട്ടി. Okay, sir. Okay. Sneha is saying her mother is her role model because Sneha's mother handles every situation, that hard and difficult situation with a smile. Okay, Sneha, no problem. Okay, sir. Okay. Chiku Joseph, get ready. Tolia, for you. Who is your role model in your life? Sir, Jesus Christ is my everlasting role model in my life. Yes, boy. Very good. In the words I said, it was a comedy, but from my heart, he was one and only role model in my life. Even a single, even a little miseries or sorrows from my heart, he know, and I share all the single matters that was nobody to share, that I shared to God. That, and he always, I think, I always connected to him. I can't sharing any others feelings to others. I can share to him, and I think that he's a man, always with me. Yes. I your son one and only role model. Even in my single miseries, day-to-day life, I need any things in my life, even any dress, any other items, I always want to him. When I don't get that suddenly, but I think he know that. Yes. And he shows the sympathy and empathy to others. That was very crucial in my life. When I can patience some situations, and he said that please pardon to them. So it was very day-to-day conversation to him, that so he was one and only role model in my life. Okay, Tonia. Yes, ഞാൻ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു റോൾ മോഡലാണ് ടോണിയോ പറഞ്ഞത്. യെസ്, വേറെ ആരോടെങ്കിലും ഞാൻ ചോദിച്ചിട്ടുണ്ടെങ്കിൽ പറയാത്തൊരു ഉത്തരവാണ് പറഞ്ഞത്. സോ യു ആർ എ വെരി പൈസ് പേഴ്സൺ. Okay, that is why you can tell in such a way. Yes, okay, Tonia, very good. Very good. Shusha, get ready. For you, Chiku Joseph. Sir. Who is your role model? My sister is my role model, and my biggest source of
Oh, very good, very good, very good. Continue. Our Uh, sister and is your model. and my biggest source and inspiration Yes, from a very young age. yes, I have watched her handle life's challenges yes, uh, with incredible grace, peace, and determination. yes, She is not just a sister to me. yes, She is a guide who shows me the right path and a constant support system who never yes, stop believing in me. yes, Her hard work and kind heart motivate me every day to become a better person. yes, Whenever I face a difficult situations, I look at her and find the courage to keep moving forward. yes, Uh, Having her in my life is a true blessing. yes, I aspire to be as strong and uh, compassionate as she is. yes. That's all, sir. Very good, very good, very good. Chiku, Uh, ഈ റെക്കോർഡ് ക്ലാസ് കൊണ്ട് സിസ്റ്റർ കേൾപ്പിച്ചു കൊടുക്കണോട്ടോ. Yes. okay. കേട്ട് കഴിയുമ്പോൾ പറയണ്ട ഇത്രാമത്തെ മിനിറ്റിൽ എന്ന് ക്ലാസ്സിൽ ഒരു കാര്യം പറഞ്ഞത് എന്ന് പറഞ്ഞാൽ അത് കേൾക്കുമ്പോൾ അവർക്ക് ഉണ്ടാകുന്ന ഒരു സന്തോഷവും ചിക്കുവിനോടുള്ള ഒരു ഇന്റിമസി ഇല്ലേ, അത് നമുക്ക് അത് ഞങ്ങളിവിടെ ഭാവനയിൽ കാണുകയാണ് അല്ലേ. യെസ്, ഓക്കെ. ആസ് ഫാർ ആസ് ചിക്കു is concerned, his sister is the role model of Chiku. Okay, 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 okay. സ്നേഹ, are you ready? Get ready. പറഞ്ഞോളൂ ശുഷ. ശുഷാട്ടി റെഡി ആയിട്ടുള്ളവർ ഇങ്ങനെ ഒരു മെസ്സേജ് ഇട്ടോളൂ, തമ്പിട്ടോളൂ. യെസ്, ശുഷ വരുമെന്ന് വിചാരിക്കാം. ശ്രുതി വിജയൻ, ശ്രുതി വിജയൻ. Then ഹണി സജി, ഹണി സജി. യെസ്, റൻഷ. Yes, sir. Yes, who is your role model in your life, Rinsha? Actually, I don't have that one specific person as a role model. Like, Yes. but I, നേരത്തെ അനുശ്രീ പറഞ്ഞ പോലെയാണ്, no specific yeah. person. Yes, okay, very good. But the thing is, I was like grasp others' positive energy. Many other women in my life, in my Yes. surroundings, like Yes. my mother, my grandmothers, and my sister, Yes. and me is like I'm becoming my own role model. Yes. From last few years. Yes, because situation changed so. Okay. Yes, I have came so far. Like I Okay, continue. I fight for in my own risk and like alone. So I risk so many things in my life, like not Yes. others do, like in my family or my friends. Yes. So me becoming my own role model. Yes. And my mother and my grandmothers are like, they are inspiring me in they are not like fully confident, and they are not 100% true in all things, but in some kinds they are like very strong women. So I like Yes. that, and I'm like to be like them, not in all things, but in some things they are handled in very well. Okay. So Okay. that is Okay. Very good. Very good. Very good. Very good, Rinsha. അപ്പൊ റിൻഷയുടെ റോൾ മോഡൽ എന്ന് പറയുന്നത് റിൻഷ പറയുന്നത് റിൻഷാന്റെയാണ്.
കാരണം റിൻഷയുടെ അതേപോലെ സിറ്റുവേഷനിൽ റിൻഷ വന്നത്. പക്ഷെ റിൻഷക്ക് ഷീ റിസീവ്സ് ഇൻസ്പിറേഷൻ ഫ്രം മദേഴ്സ്. മറ്റുള്ളവരിൽ നിന്ന് ഇൻസ്പിറേഷൻ എടുക്കാറുണ്ട്. ബട്ട് റോൾ മോഡൽ റിൻഷ തന്നെയാണ്. ഓക്കെ റിൻഷ, വെരി ഗുഡ് വെരി ഗുഡ്. അപ്പൊ റിൻഷയുടെ ജീവിത സാഹചര്യങ്ങളായിരിക്കും അങ്ങനെയൊക്കെ ചിന്തിക്കാനും അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ഒരു തോട്ട് വരാനുമായിട്ടുള്ള കാരണം. ഓക്കെ റിൻഷ. മുഹസീന, ആർ യു റെഡി? മുഹസീന. I have fever. Hospital in ഇപ്പോൾ വന്നിട്ടുള്ളൂ. Okay, okay, no problem, no problem, no problem. Yes, yes. Very good, very good, very good. And then Chinju Joni. Yes. Chinju Joni വിചാരിക്കാം. ഐശ്വര്യ, അതാ പറഞ്ഞോളൂ ഐശ്വര്യ, പറയൂ. Okay, sir. My Okay. role model is my auntie. Her name Your is role model, yes. yes. Her name is Jayasri. She is Jayasri. my best friend also. Yes. She is very hardworking and good personality. Never hurt others Yes. and treats she everyone with kindness. Yes. Someone make mistake. My auntie never get angry. She patiently and calmly corrects them. Yes. I learned tolerance looking up to my aunt. She always makes satisfied all family members. Yes. Okay. Okay, okay, very good, very good. अब Aishwarya's Andy is the role model of Aishwarya. Okay, Aishwarya, very good, very good, very good, very good. Manju, Miduna. Yes. Manju വരുമെന്ന് വിചാരിക്കാം. ജിൻസി, മഞ്ജു വന്നിട്ടുണ്ട്. പറഞ്ഞോളൂ മഞ്ജു. Who is your role model in your life? 1 minute സാർ, എനിക്ക് കേൾക്കാൻ പറ്റുന്നില്ല, ഒരു മിനിറ്റ്. ഞാൻ പറയുന്നത് കേൾക്കാവോ സാർ? കേൾക്കാം. ഓക്കെ. മഞ്ജു പറഞ്ഞോളൂ, ഞങ്ങൾ കേട്ടോളാം. കേൾക്കാം. മൈ റോൾ സാർ, ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട്. യെസ്, ഓക്കെ മഞ്ജു, വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ്. കാരണം നേരത്തെ നിഷ പറഞ്ഞപ്പോഴും ആദ്യം അപർണ പറഞ്ഞപ്പോഴും ആ പറയുന്ന വാക്കുകൾ നിങ്ങളുടെ മനസ്സിലേക്ക് എത്രമാത്രം കയറി വന്ന് എനിക്ക് മനസ്സിലാവും. കാരണം നമ്മൾ നേരിട്ട് അനുഭവിച്ചിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ അതിൻ്റെ അകത്ത് ഉണ്ടാവും. എവിടേക്കോ നമ്മുടെ ഹൃദയത്തെ സ്പർശിച്ചിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടാവും. ഓക്കെ, മഞ്ജുവിനും ഉണ്ട് തീർച്ചയായിട്ടും ഒരു റോൾ മോഡൽ. പക്ഷെ മഞ്ജുവിന് വാക്കുകൾ കിട്ടാത്തതുകൊണ്ടാണ്. ഓക്കെ, വെരി ഗുഡ് വെരി ഗുഡ് മഞ്ജു. യു ടേക്ക് സം ടൈം, ആഫ്റ്റർ ദാറ്റ് യു കം. ഓക്കെ. ജിൻസി, ആർ യു റെഡി? Sir. പറഞ്ഞോളൂ. Who is your role model? Sir, my mother is the most important person in my life. Yes. She is loving, caring, and always support me in everything. Yes. She was tireless to take care of our family and makes many sacrifices. Yes. She teaches me good values like honesty, kindness, and hard work. Yes. Whenever I feel sad, she comforts me and encourages me to stay strong. Yes. She cooks a delicious food and takes care of my health. Yes. She always helps me with my all problems. Yes. That's all, sir. Okay, very good, very good, very good. Okay. ജിൻസി വളരെ കൺട്രോൾ ചെയ്താണ് പറഞ്ഞത്. യെസ്, ഓക്കെ. That we can understand it. Okay, ജിൻസി. അപ്പൊ നമ്മുടെയൊക്കെ ജീവിതത്തില് ഓക്കെ, നമ്മുടെയൊക്കെ ജീവിതത്തില് നമുക്ക് ഇഷ്ടപ്പെട്ട റോൾ മോഡലുകൾ ഉണ്ട് എന്നുള്ള കാര്യം വ്യക്തമല്ലേ? അതിനാണ് ഗെറ്റ് റെഡി. പറഞ്ഞോളൂ മഞ്ജു. My role model is my dear and dearest father. Yes. Okay. I always desire to become like him. Yes. He encouraged me everything. Yes. He's very hardworking person.
Yes. He has only love in his heart, Yes. and I don't love. I did not love my father enough. Before Yes. that, he is passed away in an accident. Yes. He has been 19 years since he died. I miss Yes. my father lots of. Okay, Manju. That's all. Sir. ഓക്കെ. എത്രമാത്രം റോൾ മോഡലായിട്ട് മഞ്ജുവിന്റെ പിതാവിനെ കാണുന്നു എന്നുള്ളത് ഞങ്ങൾക്ക് മനസ്സിലാവും. Don't worry. Yes, rest in peace. Don't worry. Okay. Adriana, who is your role model? Of course, my mother is my role model. Your mother is your role model. Yes. And she has strength every day. My mom is my inspiration. Yes. The way she handles life's challenges with a smile. Yes. She balances everything. I learned the importance of Joe being financially independent from my mother. Yes. അച്ഛൻ ഗൾഫിലായിരുന്ന സമയത്ത് അച്ഛനെ ഒരാള് പറ്റിച്ചിട്ടാണ് എന്നുവെച്ചാൽ കൊണ്ടുപോയിട്ട് അവിടെ കൊണ്ടുപോയി പറ്റിച്ചു. അപ്പൊ എന്റെ അമ്മയ്ക്ക് അതൊരു ജോലി ഉള്ളതാണ് എന്നെ പഠിപ്പിക്കാനും എന്റെ ചേട്ടനെ പഠിപ്പിക്കാനും അവനൊരു ജോലി വാങ്ങിച്ചു കൊടുക്കാനും ഒക്കെ എന്റെ അമ്മയ്ക്ക് പറ്റിയത്. I'm very proud my mother is my role model. My mother is my backbone of my family. Yes. Adria, are you married? Yes, sir. Yes. Adria, എത്ര കുട്ടികളുണ്ട്? 2 പേര്. ഞാൻ ചുമ്മാ തമാശക്ക് ചോദിക്കരുത്. ഞാൻ ആ കുട്ടികളോട് ചോദിക്കാന്ന് വിചാരിക്കും, ഹു ഈസ് യുവർ റോൾ മോഡൽ എന്ന് പറഞ്ഞാൽ അവര് കണ്ണടച്ച് പറയൂ, മൈ മദർ ഈസ് മൈ റോൾ മോഡൽ. ഒരിക്കലും ഇല്ല സാർ. കാര്യം എനിക്കായിട്ട് അവർക്ക് വേണ്ടിയിട്ട് ഒന്നും ചെയ്തുവരെ പറ്റിയിട്ടില്ല. അപ്പൊ ഞാൻ അവരുടെ റോൾ മോഡലാണെന്ന് പറയുന്നെങ്കിൽ എനിക്കൊരു ജോലി വേണം. എന്റെ മക്കൾക്ക് വേണ്ടിയിട്ട് ഞാൻ എല്ലാം സ്വന്തമായിട്ട് ചെയ്യുന്നത് കണ്ട് എന്റെ മക്കൾ വളർന്നാൽ മാത്രമേ എന്നും അവര് പറയത്തുള്ളൂ അവരുടെ അമ്മ അവരുടെ റോൾ മോഡലെന്ന്. ഞാൻ നേരത്തെ പറഞ്ഞപ്പോ ഞാൻ ചോദിക്കാൻ പോയി ഉദ്ദേശിച്ച ചോദ്യമായിരുന്നത്. പിന്നെ അവരുടെ ചോദിക്കായിരുന്നത് അത് തന്നെ പറയുന്നത് തന്നെ ഹൃദയം തകർന്നിട്ടാണ്. പിന്നെ വേറെ ചോദ്യങ്ങൾ വേണ്ടില്ല. അപ്പൊ അതിനെ കുറച്ചും കൂടി സ്ട്രോങ് ആയിട്ട് പറയണ കണ്ടതുകൊണ്ടാണ് ഞാൻ ആദ്യമായിട്ട് ചോദിച്ചത്. പിന്നെ റോൾ മോഡൽ ആകാൻ വേണ്ടിയിട്ട് നമുക്ക് ആൾക്കാരെ എടുക്കുമ്പോ ജോലി വേണമെന്നൊന്നുമില്ല, ജോലി ഉള്ളത് നല്ലത്. എന്നിരുന്നാലും നമ്മളെടുക്കുന്ന ചില തീരുമാനങ്ങൾ, നിലപാടുകൾ, അതിൻ്റെ അകത്തെല്ലാം ചില വലിയ ശരികളുണ്ടല്ലോ, അത് പലരെയും നമ്മളതിൻ്റെ അകത്തോട്ട് ആകർഷിക്കും. യെസ്. അപ്പൊ പേടിക്കണ്ട. അത് ചിലപ്പോ അവരോട് ചോദിച്ചു കഴിഞ്ഞാലും ആദ്യമൊക്കെ അങ്ങനെ തോന്നുന്നു. കുട്ടികളോട് ചോദിച്ചാൽ കുട്ടികൾ പറയും വെറുതെ വൈകുന്നേരം ചോദിച്ചത്. അവര് വലുതായി വരുന്ന സമയത്ത് അവര് പറഞ്ഞാൽ മതി അവരുടെ അമ്മയായിരുന്നു അവരുടെ റോൾ മോഡൽ. ഇപ്പൊ അവർ എത്ര വയസ്സിന് ഇപ്പൊ കുട്ടികൾക്ക് ചോദിക്കാൻ പോയത്? മോക്ക് 8 വയസ്സ്, മോന് 3 വയസ്സ്. അപ്പോൾ ചിന്തിക്കാനായിട്ടില്ല, സമയം ഇനിയുണ്ട്. യെസ്. ഓക്കെ. അത് വലുതാകുമ്പോ പഠിക്കണം. ഓക്കെ. അതിന് വെരി ഗുഡ്. അല്ലേ? ഓക്കെ. വെരി ഗുഡ്. Then ആതിര പറഞ്ഞു ഈ നിഖിൽ രാജ് ഓരോന്ന് വിചാരിക്കാം. റിന്നു ജേക്കബ്. യെസ്. റിന്നു ഓരോന്ന് വിചാരിക്കാം. Then ആതിര രാജേഷ്. യെസ്. അപ്പോ പലർക്കും പറയണമെന്നുണ്ടാവാം, പക്ഷെ ചിലപ്പോ യെസ് പറഞ്ഞോളൂ. ആതിര പറയൂ. രേഷ്മ, യു ഗെറ്റ് റെഡി. യെസ്. യുവർ എല്ലാവർക്കും അമ്മയാണല്ലോ. യെസ്. മൈ മദർ ഈസ് മൈ റോൾ മോഡൽ. വൈ ഡു യു കൺസിഡർ യുവർ മദർ as a role model? Yes. He has always there for me on my every tough situations. Yes. When I was 12, my father passed away. Yes. For the past 20 years, she is hardworking and sacrificing her life for me and my brother. Yes. Even on difficult days,
She likely worked to provide a stable and safe environment for me. Yes. She had many unexpected challenges in her life, Yes. but every time she faced it with a smile and move on. Yes. She taught me how to approach stressful situations. Yes. She is the reason for who I am today. Yes. Okay. Okay, Adina, very good, very good, very good, very good, very good. Okay, very good, very good, very good. Yes. Reshma, are you ready? Yes. Saumis. Saumis. Then Suhail. എന്ത് പറ്റിയെന്ന് റിയാക്ഷൻ കുറഞ്ഞു പോണെ സുഹൈൽ ആൾക്കാർ കുറവാണ് അതുകൊണ്ടായിരിക്കും അല്ലേ യെസ് 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 ഓക്കെ ഓക്കെ സ്നേഹ യെസ് യെസ് പരീക്ഷ കഴിഞ്ഞതിന്റെ ക്ഷീണമായിരിക്കുന്നേ കുഴപ്പമില്ല യെസ് ഓക്കെ പരീക്ഷയുടെ ഹാങ് ഓവർ ആയിരിക്കും ഓക്കെ 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 ദെൻ കൃഷ്ണ യെസ് അപ്പൊ ഐശ്വര്യ പറഞ്ഞു അനുശ്രീ പറഞ്ഞു അപർണ പറഞ്ഞു ആതിര പറയാ സ്നേഹ യെസ് 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 ഓക്കെ ഓക്കെ സ്നേഹ ആതിര പറഞ്ഞു ആതിര ചിക്കു പറഞ്ഞു ധ്യാൻ കൃഷ്ണ കിട്ടിയില്ല ഹനിയുടെ നെറ്റ് ഇഷ്യൂ ഉണ്ട് ജിൻസി പറഞ്ഞു മഞ്ജു പറഞ്ഞില്ലല്ല മഞ്ജു പറഞ്ഞു മുഖസീന നിഖിൽ രാജ് നിഷ ജയൻ രേഷ്മ റൻഷാഷദിൻ പറഞ്ഞു സ്നേഹ ഡാർവിൻ ജിജി യെസ് സൗമിസ് വന്നിട്ടില്ല ശ്രുതി വിജയൻ സുഹൈൽ സുഷ ടോണിയ തങ്കച്ചൻ യെസ് ഇനി ആർക്കെങ്കിലും യെസ് അപ്പൊ കുഴപ്പമില്ല യെസ് അപ്പൊ നിങ്ങളുടെ ഹൃദയസ്പർശിയായ വാക്കുകൾക്ക് ഞാൻ സ്നേഹപൂർവ്വം നന്ദി പറയുകയാണ് പക്ഷെ നിങ്ങള് ഒരു നിമിഷം കൊണ്ടെങ്കിലും ആർക്കൊക്കെയോ ഒരു പ്രണാമം അർപ്പിക്കാൻ നിങ്ങൾക്ക് സാധിച്ചു എന്നാണ് ഞാൻ വിചാരിക്കുന്നത് യെസ് മനസ്സുകൊണ്ട് എവിടേക്കോ നിങ്ങളൊന്ന് പോയി ആ ഗതകാല സ്മരണകളൊക്കെ ഒന്ന് അയവിറക്കി അനുഭവിച്ച സ്നേഹവും അനുഭവിച്ച കരുതലും എല്ലാം ഒന്ന് ഓർമ്മ പുതുക്കി തിരിച്ചു വരാൻ്റെ കാരണമായി കാരണം പല ആളുകളും സംസാരിക്കുമ്പോൾ അവരുടെ കണ്ടമിടറുന്നത് തൊണ്ട വരളുന്നത് വാക്കുകൾക്ക് വേണ്ടി പരതുന്നത് ഇതെല്ലാം നമ്മൾ കണ്ടു യെസ് കുഴപ്പമില്ല എവിടേക്കോ നിങ്ങളിൽ എല്ലാവരിലും ഒരു നന്മ കിടപ്പുണ്ട് യെസ് അത് ഞാൻ നിങ്ങളുടെ വാക്കുകൾ എവിടേക്കോ ഉണ്ട് യെസ് അപ്പൊ അതുകൊണ്ട് അങ്ങനെ നന്മയുള്ളവരാരും ജീവിതത്തിൽ പരാജയപ്പെട്ടു പോകില്ല വിജയിക്കും എന്ന് മാത്രമാണ് പറയുന്നത് ഓക്കെ വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ് യെസ് ഓക്കെ ടോണിയ വെരി ഗുഡ് യെസ് അപ്പൊ ഇനി അപ്പൊ നമുക്കൊരു 10 മിനിറ്റ് കൂടെ ഉള്ളൂ യെസ് Hello, sir. Yes, who is your model in your life? Sir, actually, same like what others said, my parents are my role model. There is no any specific one person. So, from our like mostly all are maybe having the same thing. Like from our childhood onwards, we used to see their reactions. We used to see their style, character, their way of talking. Like that, we used to follow them actually from our childhood Yes. onwards. So they show us the world. Okay, so
they are our role model actually. Okay. Rajan. Very good. Yes, നേരത്തെ വിളിച്ചിട്ടില്ല. സാറിന് അങ്ങനെ ആരെങ്കിലും ഉണ്ടോ റോൾ മോഡൽ ആയിട്ട്? ഓക്കെ എനിക്കുണ്ട്. എനിക്കുള്ളത് ഞങ്ങൾ പരിചയമുള്ള ഞങ്ങളുടെ നാട്ടിലുള്ള ഒരാളാണ്. അയാളുടെ കഷ്ടപ്പാടും ബുദ്ധിമുട്ടും ജീവിതത്തിൽ ചെറുപ്പമായിരിക്കുന്ന സമയത്ത് ഉപയോഗിക്കേണ്ടതാണ്. പക്ഷെ അയാളുടെ ത്യാഗമാണ് അയാളുടെ മക്കളുടെ വിജയത്തിന്റെ ഏറ്റവും വലിയ ബേസ് ആയിട്ട് ഞാൻ കണ്ടത്. യെസ്. അപ്പൊ അദ്ദേഹം പിന്നീട് വളരെയധികം ആവശ്യതയായിട്ടൊക്കെ ഇരിക്കുന്നത് കാണുമ്പോഴും അദ്ദേഹത്തിന്റെ മക്കളുടെ ഉയർച്ച കണ്ടിട്ടുണ്ട്. അപ്പൊ ഞാൻ പലപ്പോഴും വിചാരിച്ചിരിക്കും, പുള്ളി വളരെ ആ മക്കളും അതുപോലെ ഒരു അച്ഛനോട് ഉണ്ടായിരുന്ന ആ ഇന്റിമസി അതുപോലെയായിരുന്നു. യെസ്, അങ്ങനെയുള്ള റോൾ മോഡല് ഞങ്ങളുടെ ഹി ഈസ് നോ മോർ. അപ്പൊ ഇപ്പൊ അദ്ദേഹം ഇല്ല, മരിച്ചുപോയി. യെസ്. അപ്പൊ അതില് അവരുടെ തന്നെ ഏറ്റവും മൂത്തൊരു കുട്ടി, അതൊരു എൻ്റെ ഒരു കണ്ടംപററി ആയിട്ട് സ്കൂളിൽ പഠിച്ചിട്ടുണ്ട്. അപ്പൊ അങ്ങനെ ഒരു ബന്ധം കൂടി എനിക്ക് ആ കുടുംബത്തോട് ഉണ്ടായിരുന്നു, ഒരു കണക്ഷനും കൂടി ഉണ്ടായിരുന്നു. അങ്ങനെയുള്ള റോൾ മോഡൽ എൻ്റെ ജീവിതത്തിലൂടെ കടന്ന് പോയിട്ടുണ്ട്. യെസ്. പിന്നെ ഒരുപാട് ആൾക്കാരുടെ സ്നേഹം നമുക്ക് തിരിച്ചറിയാൻ വൈകിപ്പോയിട്ടുണ്ട്. അല്ലെങ്കിൽ അവരുടെ ആ ഒരു കരുതൽ വൈകി തിരിച്ചറിഞ്ഞ ഒരുപാട് ജീവിതാനുഭവം നിങ്ങൾക്കുണ്ടാവും ഇല്ലേ? ചില കാര്യങ്ങൾ അതായിരുന്നില്ല ശരി എന്ന് നമ്മൾ തിരിച്ചറിഞ്ഞ അവസ്ഥ എനിക്കുണ്ടായിട്ട് എൻ്റെ ജീവിതത്തിൽ എനിക്ക് തോന്നുന്നു നിങ്ങൾക്കും ഉണ്ടായിട്ടുണ്ടാവും. വൈകി വന്ന അറിവുകൾ കുറെ അധികം ഇല്ല നിങ്ങളുടെ ജീവിതത്തിൽ. യെസ്, ഉണ്ടാവില്ലേ? ആരുടെ ജീവിതത്തിൽ അങ്ങനെ വന്നിട്ടില്ല? യെസ്. വൈകി വന്ന അറിവുകളില്ല നമുക്ക്. യെസ്. ആരായിരുന്നു ശരി, ആരായിരുന്നു തെറ്റെന്ന് വൈകി മനസ്സിലാക്കിയത്. യെസ്. ഓക്കെ. വെരി ഗുഡ്. യെസ്. ഞാൻ നിങ്ങളോട് ഗ്രൂപ്പായിട്ടുള്ള സംഗതിയെ പറയുന്ന പേര് എന്ന് പറഞ്ഞിട്ട് കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിച്ചേക്കാം. ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ, ഗ്രൂപ്പ് ഓഫ് തീവ്സ് എന്ന് ചോദിച്ചിട്ടില്ല അല്ലെ? യെസ്. അപ്പൊ ഞാൻ ചുമ്മാ വെറുതെ നിങ്ങളുടെ അറിവിലേക്ക് വേണ്ടിയിട്ട് ഗ്രൂപ്പ് ഓഫ് ഐറ്റംസിനെ പറയുന്ന പേരുകൾ വെറുതെ ചോദിക്കുകയാണ്. അത്ഭുതങ്ങളൊക്കെ പറയാം. ഇനി കുറച്ച് സമയം കൂടി ഉള്ളൂ. യെസ്. നമുക്ക് കീ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് താക്കോൽ. ഗ്രൂപ്പ് ഓഫ് കീ, അതായത് താക്കോലിന്റെ ഒരു കൂട്ടം. അത് ഞാൻ പറയുന്ന പേരെന്താന്ന് പറയുമോ? ഗ്രൂപ്പ് ഓഫ് കീസ്, താക്കോലിന്റെ കൂട്ടം. ഒരെണ്ണോണെങ്കിൽ കീ എന്ന് പറയാം. ഗ്രൂപ്പ് ഓഫ് കീസ് ആണെങ്കിൽ, അതിന്റെ ഗ്രൂപ്പ് ആണെങ്കിൽ ഞാൻ പറയുന്ന പേര് ബഞ്ച് ഓഫ് കീസ് എന്നാണ്. BUNCH, ബഞ്ച് ഓഫ് കീസ്. ഓക്കെ. അതുപോലെ നിങ്ങൾ പറയാം. നമുക്ക് പരിചയമുള്ളൊരു വേർഡാണ് കാർഡ്. CARD, കാർഡിന്. ഈ കാർഡിന്റെ ഗ്രൂപ്പിന് പറയുന്ന പേര്, ഒന്നിലധികം കാർഡ് ഉണ്ടെങ്കിൽ അതിനെ പറയുന്ന പേര് പറയുന്നു. ആർക്കെങ്കിലും അറിയാമോ? യെസ്. അതിനെ പറയുന്ന പേര് ബണ്ടിലല്ല, ഡെക്കാണ് കറക്റ്റ്. ഡെക്ക്, DEC, ഡെക്ക് കേട്ടോ. ഡെക്ക് ഓഫ് കാർഡ്സ് എന്നാണ്. ഡെക്ക് ഓഫ് കാർഡ്സ്. അടുത്ത ഒരു പക്ഷെ നിങ്ങൾക്ക് അറിയാൻ പറ്റും. പേപ്പർ. ഓക്കെ. ഗ്രൂപ്പ് ഓഫ് ടൂൾസ്. ടൂൾസ് എന്ന് പണിയായുധങ്ങൾ. ധാരാളം പണിയായുധങ്ങൾ ഉണ്ടെങ്കിൽ അതിനെ പറയുന്ന ഒരു പേര് എന്താണ് അറിയാം? ഗ്രൂപ്പ് ഓഫ് ടൂൾസ്. നമുക്ക് വാഹനം ഉള്ളതുകൊണ്ട് പെട്ടെന്ന് അറിയാൻ പറ്റും. കിറ്റ്, ടൂൾ കിറ്റ്. യെസ്, കിറ്റ് കറക്റ്റ് ആണ്. നമുക്ക് സ്ഥിരം ടൂൾ കിറ്റാണ്. ഇനി ഗ്രൂപ്പ് ഓഫ് ഫ്ലവേഴ്സ്. ഗ്രൂപ്പ് ഓഫ് ഫ്ലവേഴ്സ്. ബൊക്കെ. കറക്റ്റ് ആൻസർ. ബൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രൂപ്പ് ഓഫ് ഫ്ലവേഴ്സ് ആണ്. അത് ബൊക്കെയാണ്. ഓക്കെ. യെസ്. അടുത്തത്, ഒരു കപ്പൽ പോയി കഴിഞ്ഞാൽ നമ്മൾ കപ്പൽ എന്ന് പറയും. കപ്പലിന്റെ ഒരു കൂട്ടമാണെന്ന് വിചാരിക്കും. ഗ്രൂപ്പ് ഓഫ് ഷിപ്സ് ആണ്. അതിനെന്ത് പറയും? ഷിപ്പ്യാർഡ്. അത് ഉണ്ടാക്കുന്ന ഒരു സ്ഥലമാണ്. എന്താ ചെയ്തു? ഫ്ലീറ്റ് ആണ്. അനുസരി കറക്റ്റ്. FLEET, ഫ്ലീറ്റ് ഓഫ് ഷിപ്പ്. ഫ്ലീറ്റ് ആണ് പറഞ്ഞ
It's the right answer. Very good, very good, very good, very good. Fleet of ships are. Yes, ship in a fleet. അടുത്തത് നമുക്ക് അറിയാൻ പറ്റും, എന്നാലും വെറുതെ ചോദിക്കാം. A group of players, PLAYERS, a group of players. എന്താ പറയണത്? Team. Team is the right answer. Very good, very good, very good, very good. ഒരു ടീമിനെയാണ് നമ്മൾ ഗ്രൂപ്പ് ഓഫ് ഫ്ലവേഴ്സ് എന്ന് പറയുന്നത്, അല്ല സോറി പ്ലേയേഴ്സ് എന്ന് പറയുന്നത്. യെസ്, ഓക്കെ ഓക്കെ. അടുത്തത് എ ഗ്രൂപ്പ് ഓഫ് സോൾജിയേഴ്സ്. എ ഗ്രൂപ്പ് ഓഫ് സോൾജിയേഴ്സ്, പല പേരുകളുണ്ട്, എന്തെങ്കിലും പറഞ്ഞു. യെസ്, ആർമി. ഗ്രൂപ്പ്, യെസ് കറക്റ്റ് ആണ്. ഓക്കെ ഓക്കെ ഓക്കെ. നേവി, യെസ് നേവി. ആർമി ബറ്റാലിയൻ. Battalion is correct answer. Okay, 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 okay. Okay, Nikhil Raj, very good, very good, very good. Another question, defense service, yes, okay. Next question. A group of directors. A group of directors. Industry. Film industry. Director അല്ല. Board of Director. Yes, Manju, very good answer. Board of Okay, Director. Okay, Manju correct. Rinsha correct. Nikhil, Aparna correct. Director. Okay, okay, okay. മറ്റേ ഡയറക്ടർ എന്ന് പറഞ്ഞാൽ സിനിമയുടെ ഡയറക്ടർ എന്നാണ് മോശം ഉദ്ദേശിച്ചത്. അപ്പൊ നമ്മളിപ്പോ ഒരു സ്ഥാപനമാകുമ്പോൾ അത് കുറെ ഡയറക്ടർമാരുണ്ടാവും. അപ്പൊ നമ്മൾ അവരോട് പറയുന്ന ഡയലോഗ് ഇതല്ലേ, ഡയറക്ടർ ബോർഡ് കൂടട്ടെ, ഡയറക്ടർ ബോർഡ് കൂടട്ടെ. യെസ്, അപ്പൊ ഗ്രൂപ്പ് ഓഫ് ഡയറക്ടേഴ്സ് ഈസ് കോൾഡ് ബോർഡാണ്, BOARD. യെസ്. അടുത്തത് ഗ്രൂപ്പ് ഓഫ് ജഡ്ജസ്. JUDGES. Judging panel. Judging panel is the right answer. Very good, very good. ഒന്നിലധികം ജഡ്ജസ് ഉണ്ടെങ്കിൽ അതിന് പറയുന്ന പേര് പാനൽ ഓഫ് ജഡ്ജസ് എന്നാണ്. പാനൽ. ഓക്കെ ഓക്കെ അനുശ്രീ കറക്റ്റ് ആണ്. ജഡ്ജിങ് പാനൽ. നമ്മൾ ഡിവിഷൻ ബെഞ്ച് എന്നൊക്കെ പറയണ പോലെ. ഓക്കെ ഓക്കെ. ജഡ്ജിങ്. ഓക്കെ പറഞ്ഞ നിഖിൽ ഇസ് റൈറ്റ് ആൻസർ. വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. ഓക്കെ. ബെഞ്ച് അത് നമ്മൾ സാധാരണ പറയുന്നത്. ഓക്കെ, യെസ്. അടുത്തത് എ ഗ്രൂപ്പ് ഓഫ് ഫ്രണ്ട്സ്. സുഹൃത്തുക്കൾ. എ ഗ്രൂപ്പ് ഓഫ് ഫ്രണ്ട്സ്. സർക്കിൾ. യെസ്, ജിൻസി. പിന്നെ കൂടി ഉണ്ടായില്ലേ? Crew. Gang. യെസ്. അല്ലല്ല, ജിൻസി പറഞ്ഞ റൈറ്റ് ആൻസർ ആണ്. സർക്കിൾ. സർക്കിൾ ആണ് കേട്ടാ. ഗ്രൂപ്പ് ഓഫ് ഫ്രണ്ട്സിനെ പറയുന്ന പേര് സർക്കിൾ എന്നാണ്. സർക്കിൾ ഓഫ് ഫ്രണ്ട്സ് എന്നാണ് പറയുന്നത്. എന്റെ ഫ്രണ്ട് സർക്കിളിൽ ഞാനൊന്ന് ചോദിച്ചു നോക്കട്ടെ എന്ന് നമ്മൾ പറയാറില്ലേ, എന്ന് പറയുന്ന പോലെ ഗ്രൂപ്പ് ഓഫ് ഫ്രണ്ട്സ് സർക്കിളാണ്. ഗ്യാങ് ഉണ്ട്, അത് നമ്മൾ തെറ്റിദ്ധരിച്ച് പറയുന്നതാണ്, പിന്നീട് പറയാറ്. ഓക്കെ ഓക്കെ. അടുത്തത് എ ഗ്രൂപ്പ് ഓഫ് സെയിലേഴ്സ്. സെയിൽ എന്ന് പറഞ്ഞാൽ നാവികരാണ്. SAILORS. എ ഗ്രൂപ്പ് ഓഫ് സെയിലേഴ്സ്. എന്താ പറയുക? Yes, right answer. Very good, Nikhil. Correct answer. Yes. Yes. That is called Gigi, beauty, yes, okay. That is called the crew or CRAW. Yeah, okay, okay, okay. അടുത്തത് എ ഗ്രൂപ്പ് ഓഫ് തീവ്സ്. തീവ്സ് കള്ളന്മാർ, ചെറിയ ചെറിയ കുറ്റങ്ങളൊക്കെ നടത്തുന്ന ആളുകൾ. എ ഗ്രൂപ്പ് ഓഫ് തീവ്സ്. THIEVES. തീവ്സ്. ഗ്യാങ്. ഓക്കെ ഓക്കെ ഓക്കെ. നേരത്തെ ഒരാളോട് പറഞ്ഞില്ലേ, ഗ്യാങ് ഇതാണ് കേട്ടോ. ഗ്രൂപ്പ് ഓഫ് തീവ്സ് ആണ് ഗ്യാങ്. നമ്മളത് ഗ്രൂപ്പ് ഓഫ് ഫ്രണ്ട്സ് ആയിട്ട് തെറ്റിദ്ധരിക്കാറുണ്ട്. ഓക്കെ ഓക്കെ ഓക്കെ. ഞാനും എന്റെ ഗ്യാങ്ങും കൂടി അത് ചെയ്തു എന്ന് പറയുന്നത് നമ്മൾ ഫ്രണ്ട്സ് എന്നുള്ള അർത്ഥത്തിൽ പറയാറുണ്ട്. ഗ്യാങ്. ഓക്കെ ഓക്കെ. ഗ്രൂപ്പ് ഓഫ് തീവ്സ് ഈസ് കോൾഡ്. അടുത്തത് ഗ്രൂപ്പ് ഓഫ്
musicians. Group of musicians. So right answer, band. Bander. ശരി ശരി. Group of musicians എന്ന് പറയുന്നത് bander. So right answer. Yes. Okay. അപ്പൊ അത് സിമ്പിൾ ആണ്. യെസ്, നിങ്ങള് അപ്പൊ ഇനി 2 മിനിറ്റ് കൂടെ ഉള്ളതിന്റെ പേര് ഞാൻ വെറുതെ 2 ചോദ്യം വേറെ ചോദിക്കുകയാണ്. നെയിം ഓഫ് ഡോക്ടർ ആണ് പറയുന്നത്. അത് ഞാൻ സിമ്പിൾ ആയിട്ട് ചോദിക്കാം. ഞാനൊരു രോഗം പറയും, ആ രോഗത്തിന് ചികിത്സിക്കുന്ന ഡോക്ടറുടെ പേര് നിങ്ങൾ പറയുന്നത്. ചോദ്യം ഇതാണ്: ദ ഡോക്ടർ ഓഫ് ഹാർട്ട്. HEART. എല്ലാവർക്കും അറിയാവുന്നതാണ്. അത് എല്ലാവർക്കും അറിയാവുന്നത്, എനിക്കറിയാവുന്നത് കൊണ്ടാണ് ഞാൻ ആദ്യം ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ചോദ്യം ചോദിച്ചത്. ഓക്കെ. യെസ്, എന്നാ അടുത്ത് ചോദിക്കാം. ദ ഡോക്ടർ ഓഫ്, ഇത് വീണ്ടും ചോദിക്കട്ടെ, ഞാൻ വെറുതെ ഈ 2-3 മിനിറ്റ് ഉള്ളതിന്റെ പേര് എടുത്തിട്ടാണ്. ദ ഡോക്ടർ ഓഫ് സ്കിൻ. Correct answer. Dermatologist. Yes, correct answer. Next, the doctor of, okay, Abarna, correct answer. The doctor of cancer. Oncologist. Yes, oncologist. Correct answer. Very good. The doctor of brain. BRAIN, brain. ന്യൂറോ ആണ് സാറേ. Neuro, yes, correct answer. Neurologist. Neurologist. അടുത്തത് നിങ്ങൾക്ക് അറിയാവുന്നതാണ്, എന്നാലും വെറുതെ ചോദിക്കാം. The doctor of children. Pediatrician. Very good. ഞാൻ സമയം ഒന്ന് കുറച്ചുകൂടി കയറി വരാൻ വേണ്ടി ചോദിച്ചത്, നമുക്ക് പിന്നീട് ചോദിക്കാം. ഓക്കെ, പറഞ്ഞ റൈറ്റ് ആൻസർ. അപ്പോ ഇന്നത്തെ നിങ്ങളുടെ എന്താ പറയാ, കണ്ണുനീര് കയ്യുമായിട്ടാണ് പലപ്പോഴും ക്ലാസ് പോയത്, ഇത് എനിക്കറിയാം. അപ്പോ അതൊക്കെ പോട്ടെ. We will meet in the next class. ഇപ്പൊ ഓക്കെ അല്ലേ? യെസ്, ഓക്കെ. ഞാൻ പറഞ്ഞില്ലേ, എവിടേക്കോ നിങ്ങളിനൊരു നന്മ ഇപ്പോഴും അവശേഷിക്കുന്നുണ്ട്. യെസ്, അപ്പൊ അതുകൊണ്ടാണ് റെഡിയോനെ വിളിച്ചിട്ട് കിട്ടിയില്ലല്ലോ. യെസ്, അപ്പൊ അങ്ങനെ ഒരു നന്മ അവശേഷിക്കുന്നത് കൊണ്ടാണ് നിങ്ങൾക്ക് പലപ്പോഴും കയ്യിൽ നിന്ന് കൺട്രോൾ പോയത്. ഓക്കെ, ഡോണ്ട് വറി, വി വിൽ മീറ്റ് ഇൻ ദ നെക്സ്റ്റ് ക്ലാസ്. ഓക്കെ, ബൈ. Thank you, sir. Okay.